പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെയും, എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഒരുമിച്ച് ചേർക്കപ്പെടേണ്ടതെന്നുള്ള വലിയ ദാഹം നമ്മളിൽ ഉണ്ടാകുന്ന വഴിയായി ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തെ അറിയുവാനുള്ള വഴിയൊരുക്കുവാൻ, അന്തരംഗത്തിലൂടെ സുവിശേഷ പ്രഘോഷണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരുവാൻ നമ്മൾക്ക് ഒരു മനസ്സുള്ളവരായി തീരാം. ഈ നിമിഷം നിങ്ങൾ വചനം കേൾക്കുമ്പോഴും ഞാൻ ഈ വചനം പറയുമ്പോഴും ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യമുണ്ട്. കാരണം സ്വർഗത്തിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് സങ്കീർത്തകൻ നമ്മളോട് പറയുന്നുണ്ട്. പ്രിയ മക്കളെ, നമ്മൾ സ്വർഗത്തിൽ നോക്കുന്ന ദൈവത്തെ പഴയ ഉടമ്പടിയിലാണെങ്കിൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നോക്കുന്ന ദൈവത്തെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ഈശോ നമ്മളിലാണ് ജനിച്ചതെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. എന്റെ ഉള്ളിൽ ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ അനുഭവിച്ചറിയാനും അത് അവരന് കൊടുക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈശോ സമരക്കാരി സ്ത്രീയോട് പറഞ്ഞത്, സ്ത്രീയെ, ഇവിടെ ഈ ജലത്തിൽ നിന്ന് കുടിക്കുന്ന നിനക്ക് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം നൽകുന്നത് ഒരിക്കലും ദാഹിക്കുകയില്ല. ഇത് പാപിനിയായ ആ സമരക്കാരി സ്ത്രീയോട് ദൈവം പറയുമ്പോൾ ദൈവം ഒരു പദ്ധതി ഇട്ടുകൊണ്ടാണ് അവളോട് സംസാരിക്കുന്നതെങ്കിൽ നമ്മളോട് ഓരോരുത്തരും ഈശോ സംസാരിക്കുന്നത് ഈ പദ്ധതിയും നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയെല്ലാം ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് ജെറമിയ നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ നമ്മൾ വിളിക്കപ്പെടുന്ന നിമിഷങ്ങള് ഈ വചനം കേൾക്കുമ്പോഴാണ്. ഇന്ന് തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകട്ടെ. ദൈവം വചനത്താൽ നമ്മളെ ഓരോരുത്തരും രൂപപ്പെടുത്തും. അതിനുള്ള ശക്തിയും കൃപാവരവും നമ്മൾ നൽകും. അതുകൊണ്ട് ഈശോ നമ്മളോട് ഓരോരുത്തരും പറയുന്നു, സ്ത്രീയെ, ഈ ജലത്തിൽ നിന്ന് കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. ഈ ലോകത്തിലെ ജലം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? എന്നാൽ പ്രിയ മക്കളെ, ഈശോ നമ്മളോട് പറയുന്നു, പരിശുദ്ധാത്മാവാകുന്ന ജീവജലം നമ്മൾ ഓരോരുത്തരും ഒഴുക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീയും ഒരു സമാധാനത്തിന് ഉപകരണമാകും. അതിനുവേണ്ടി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണമേ. അവരനും ഈ വചനത്തിന് ശക്തി ലഭിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.